ഈ റെസിസ്റ്റൻസ് ബോക്സ് രണ്ടും ഇവിടെ കണക്ട് ചെയ്തു. ഇങ്ങനെ പോയി ആദ്യത്തെ സ്ഥലം ഇവിടെ നിന്ന് 2 കണക്ഷൻ ഉണ്ട്. ആദ്യത്തെ കണക്ഷൻ ഈ റെസിസ്റ്റൻസ് ബോക്സിൻ്റെ റെഡിലേക്ക്, വേറെ ഒരെണ്ണെന്ന് പറഞ്ഞാൽ നേരെ വന്ന് ബാറ്ററിയുടെ പോസിറ്റീവ്. അടുത്തത് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ബോക്സിൻ്റെ നെഗറ്റീവിലേക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടത്തെ നിന്നുള്ളത് നേരെ പോയിട്ട് ഇതിൻ്റെ ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്. എന്നിട്ട് അടുത്തത് ഇവിടെ നിന്നുള്ളതാണ് ഈ സാധനം. ഇവിടെ നിന്ന് അയക്കണത് മറ്റേ ബോക്സിൻ്റെ റെഡിലേക്ക്. ഇവിടെ നിന്നുള്ളത് ബാറ്ററിയുടെ നെഗറ്റീവ്. പിന്നെ വേറെ അടുത്തതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്ത കണക്ഷൻ റെഡിലേക്ക്. പിന്നെ ഉള്ളത് ഗാൽവനോമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് ജോക്കി. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ ബോക്സ് വയ്ക്കുക, വേറെ സൈഡിൽ ആദ്യം മെറ്റൽ പ്ലേറ്റ് വയ്ക്കുക ഈ സാധനം. എന്നിട്ട് റെസിസ്റ്റൻസ് ബോക്സിൻ്റെ ഇവിടെ നിന്ന് ജോക്കി എടുത്തുകൊണ്ട് പോവുക. വോൾട്ടേജ് 2 വയ്ക്കുക. അപ്പോൾ എവിടെ എത്തുമ്പോഴാണ് ഗാൽവനോമീറ്ററിൻ്റെ റീഡിങ് 0 ഡിഫ്ലക്ഷൻ ആവുന്നത്. ആ സാധനം എടുക്കുക. ആദ്യം 1 റെസിസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് അങ്ങനെ നീക്കി കൊണ്ടുപോവുക. എവിടെയാണ് ഡിഫ്ലക്ഷൻ 0 ആണ് അത് എടുക്കുക. അത് ലെഫ്റ്റ് ഹാൻഡ് ഇത്. എന്നിട്ട് അത് 1.5 2 2.5 3 അത്ര വെക്കുക. എന്നിട്ട് ഈ മെറ്റൽ പ്ലേറ്റ് ഇവിടെ വയ്ക്കുക, റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ നിന്ന് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ജോക്കി വെച്ചെടുക്കുക, ഡിഫ്ലക്ഷൻ എടുക്കുക. ഓക്കെ. എന്നിട്ട് ഈ മെറ്റൽ പ്ലേറ്റ് വരിയിട്ട് അതിന് പകരം നമ്മൾ വയർ എടുക്കുക. ഇങ്ങനത്തെ ഒരു ഏതാണ്ട് 50 സെൻറ്റിമീറ്ററൊക്കെ ഉള്ള വയർ, ഇതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കുക. അത് ടൈ ചെയ്ത് വെച്ചിട്ട് എടുക്കുക. ഇതേപോലെ തന്നെ എടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് സ്ക്രൂ ഗേജ് യൂസ് ചെയ്ത് ഈ വയറിൻ്റെ റേഡിയസ് എടുക്കുക.